നമസ്കാരം പിള്ളേരെ. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ലാപ്ടോപ്പ് കാണും. ചിലപ്പം എൻ്റെ ലാപ്ടോപ്പിൻ്റെ എമ്മയുടെ ലാപ്ടോപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ സ്പീക്കറിന് അതിനേക്കാളും സൗണ്ട് ഉണ്ട്. അങ്ങനെ വന്ന സമയത്ത് ഞാനൊന്ന് റിസർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ട്രിക്ക് കിട്ടി. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെയോ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സ്പീക്കറായിട്ട് നിങ്ങളുടെ ഫോണിനെ മാറ്റാൻ പറ്റും. എങ്ങനെ പറഞ്ഞുതരാം. അതായത് സൗണ്ട്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോസിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? അതിനെ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ. അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം സൗണ്ട്വെയർ സെർവർ എന്നാണ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ വരും, അതും ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു IP അഡ്രസ്സ് കാണിക്കും. ആ IP അഡ്രസ്സ് അതേപോലെ ഇതിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത്. അപ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ എന്ത് പാട്ടോ എന്ത് സിനിമയോ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫോണിൽ കേൾക്കാൻ പറ്റും. നിങ്ങളുടെ ഫോണ് ഒരു സ്പീക്കറായിട്ട് ആക്ട് ചെയ്യും. എങ്ങനെയുണ്ട്? നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇതേപോലുള്ള കുറച്ച് സ്മാർട്ട് ഫോൺ ട്രിക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ കോളുകൾ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വരുന്ന കോളുകളെല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എടുക്കാനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആരെ വേണോ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഫോട്ടോസ് നോക്കാനും പറ്റും. അതെന്താണെന്നറിയാമോ? പൊതുവെ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കോൾ വരാണേ, കുണുങ്ങണു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഫോൺ എടുക്കും, എന്നിട്ട് കോൾ എടുത്ത് സംസാരിക്കും. എന്നിട്ട് ഫോൺ കയ്യിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് ഇൻസ്റ്റഗ്രാം കയറിയിരിക്കാം. ഇൻസ്റ്റഗ്രാമിൽ കയറപ്പം ചെയ്യ പിന്നെ മാരി മീ ഇതെല്ലാം കണ്ട് അവിടെ അങ്ങ് ഇരുന്ന് കുറേ സമയം കളയും. ഇതാണ് അവസ്ഥ. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വരുന്ന എല്ലാ കോളുകളും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഫോണൊന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ലിങ്ക് യുവർ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു QR കോഡും പരിപാടികളൊക്കെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ലിങ്ക് യുവർ വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ലിങ്ക് യുവർ വിൻഡോസ് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഫോൺ ലിങ്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് സാധിക്കും. പെയറിംഗ് പ്രൊസീജിയർ ഭയങ്കര എളുപ്പമാണ്. അതായത് ബ്ലൂടൂത്ത് ഓൺ ആക്കിയാൽ മതി. അപ്പോഴേ തന്നെ രണ്ടിലും നിങ്ങളുടെ ഫോണൊക്കെ കാണിച്ചോളും. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വരുന്ന എല്ലാ കോളുകളും മീൻസ് വാട്സപ്പ് കോളുകളൊന്നും വരില്ല, നോർമൽ കോളുകൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ തന്നെ എടുത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഹെഡ്ഫോണും മൈക്കൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ഫോണിൻ്റെ പ്രൊഡക്റ്റീവായിട്ടുള്ള പാർട്ട് മാത്രം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് റീല് പ്രൊഡക്റ്റീവ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമില്ലാതെ ഉണ്ടോ? നമ്മളിപ്പോൾ എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ്, ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡിലൂടെയാണ് നമ്മളെല്ലാവരും പോണത്. നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ തന്നെ ഫോൺ വരും. ഫോണിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ എൻ്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ റീലെടുക്കും, റീലിൻ്റെ അകത്തിരിക്കും, പിന്നെ മെസ്സേജ് നോക്കും, വാട്സപ്പിലേക്ക് പോവും, പിന്നെ ഇവിടെ വരും, അവിടെ പോവും. ഇതാണ് പരിപാടി. നമ്മുടെ വർക്കൊന്ന് നേരെ തീർക്കാനായിട്ട് നമുക്ക് ആർക്കും പറ്റാറില്ല. നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? യെസ് ഓർ നോ? നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് പറയാം. ആ ഒപ്പീനിയൻ വിറ്റ് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒപ്പീനിയൻ ട്രേഡിങ് പൊതുവേ US ഉള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഇന്ത്യയിൽ വളരെ ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ ഈ ഒപ്പീനിയൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒപ്പീനിയൻ ട്രേഡിങ്ങിൽ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പ്രോബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്രോബോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നോളജ്ഫുൾ ആയിട്ടുള്ള, അതായത് അറിവുകൾ നിങ്ങൾക്ക് തരുന്ന പല ലൈവ് ഇവൻറ്റുകൾ, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന പല ലൈവ് ഇവൻറ്റിനെ കുറിച്ചിട്ടും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിൻ്റെ എല്ലാം ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എസ് അല്ലെങ്കിൽ നോ. നിങ്ങൾക്ക് എസ് ആണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഒപ്പീനിയൻ നിങ്ങളുടേത് നോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോയും ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഏതാണോ ശരി, നിങ്ങളുടെ ഒപ്പീനിയൻ കറക്റ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും. അതായത് ഫോർ എക്സാമ്പിൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രോബോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് 25 രൂപ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് Pro231 എന്നാണ്. അപ്പോൾ 25 രൂപ ബോണസ് ആയിട്ട് കിട്ടും. നിങ്ങൾ ഈ
ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഗെയിമിംഗ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മൂവീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി എന്താണ്? ഞാനാണെന്നുണ്ടെങ്കിൽ ഗെയിംസ് എടുക്കും. ഗെയിമിങ്ങിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറി എടുക്കും. കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് കാണും. ഇതിനെല്ലാം ഒന്നിൽ എസ് അല്ലെങ്കിൽ നോ എന്നുള്ളൊരു ഒപ്പീനിയൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം ഇപ്പോൾ നടക്കുന്ന കാര്യം, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി അറിവുകൾ നേടാനായിട്ട് പറ്റും. അപ്ഡേറ്റഡ് ആയിരിക്കും നിങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബൈജൂസ് നമ്മുടെ US ED ടെക് ഫേമിൻ്റെ ചെക്കിനെ അക്യൂറിയോ ഇല്ലയോ, ജൂൺ എൻഡോടുകൂടി, ജൂൺ അവസാനത്തോടു കൂടി അക്യൂറിയോ ഇല്ലയോ. ഇതിന് 2 ഓപ്ഷൻസ് ഉണ്ട്, എസ്സും നോയും. ഇപ്പോൾ എൻ്റെ അനലിസിസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ എസ് എന്നാണ് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല, നോ എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് കേട്ടോ, അല്ലാതെ എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ എടുക്കണമെന്നല്ല, നിങ്ങളുടെ ഒപ്പീനിയൻ. അപ്പോൾ എനിക്ക് എസ് എന്ന് തോന്നി, നിങ്ങൾക്ക് നോയാണ്. ബൈ ദ എൻഡ് ഓഫ് ജൂൺ അവർ അക്യൂർ ചെയ്യൂല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിൽ ഡബിൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ആൻസറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനായിട്ട് പറ്റും. ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ, ഇത് കറക്റ്റായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? കുറച്ചുകൂടി പൈസ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന കാശിനെ എൻ്റെ പേടിഎമ്മിലേക്കോ അല്ലെങ്കിൽ UPIയിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾ ഈ ഒപ്പീനിയൻ ട്രേഡിംഗ് വെച്ചിട്ട് നല്ലതുപോലെ കാശ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ട് ആൻഡ് 25 രൂപ ബോണസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി നിങ്ങൾ നോക്കുക. കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് PRO231 ആണ്. നമ്മുടെ അടുത്ത ട്രിക്കിലേക്ക് പോകാം. നമ്മുടെ നാട്ടിലെ പല വെബ്സൈറ്റുകളിലും PDF ആയിട്ടാണ് പല ഇമേജസ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ പൊതുവേ നമ്മൾ ചെയ്യുന്നത് എന്തുവാണ്? നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ എടുക്കും, ഓൺലൈൻ PDF കൺവേർട്ടർ, അതിനകത്തൊന്നും കയറേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഗാലറിയിലേക്ക് പോവുക, ആ ഇമേജ് എടുക്കുക, സെൻഡ് ബട്ടൺ കൊടുക്കുക, പ്രിൻ്റ് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ടോപ്പ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കാണും. ആ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും സേവ് ആസ് PDF എന്ന് പറഞ്ഞിട്ട് വരും. സേവ് ചെയ്യുക, തീർന്നു, ഡൺ, അപ്ലോഡ് ചെയ്യപ്പോൾ. നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി എത്ര % ആണെന്ന് അറിയാനായിട്ട്, ഇപ്പോൾ നിങ്ങളുടെ പോക്കറ്റിലാണ് ആ ഫോൺ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ചോദിച്ചാൽ മതി. നിങ്ങൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് അടുത്ത് ഓക്കെ ഗൂഗിൾ വാട്ട്സ് മൈ ഫോൺസ് ബാറ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പറഞ്ഞു തരും യുവർ ഫോൺസ് ബാറ്ററി ഈസ് 25% എന്ന് പറഞ്ഞു തരും. ഇത് പക്ഷേ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ലോക്ക് സ്ക്രീൻ ഇടാൻ പാടില്ല. ലോക്ക് സ്ക്രീൻ ഇടാനായിട്ട് ഇഷ്ടമല്ലാത്തവർ ഉറപ്പായിട്ടും കുഴിമടിയന്മാരായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും പോക്കറ്റിൽ നിന്ന് എടുത്ത് ഫോണിൻ്റെ ബാറ്ററി % നോക്കാൻ വരെ അയാൾക്ക് മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മടിയന്മാർക്ക് വേണ്ടിയുള്ള ഒരു സാധനം പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യടേ. ആൻഡ് നമ്മുടെ പ്രോബോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. 25 രൂപ ബോണസ് കിട്ടും. നിങ്ങളുടെ ഒപ്പീനിയൻസ് വിറ്റ് കാശാക്കൂ. അടുത്തൊരു ടെക്നോളജി വീഡിയോ, അടുത്തൊരു ആപ്പ് സീരീസ്, അടുത്തൊരു കിടിലം വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ.